എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 2.5 വർഷം മുന്നേ 2022 സെപ്റ്റംബർ മാസമാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ നരേന്ദ്രമോദി സർക്കാർ ബാൻ ചെയ്യുന്നത്. അന്ന് പുലർച്ചെ ഡൽഹിയിൽ നിന്ന് കുറേ ഹെലികോപ്റ്റർ, പ്ലെയിൻ ഇതൊക്കെ വന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ വീട്ടിൽ ചെന്ന് നേരെ കിടക്കയിൽ നിന്ന് ഉടുതുണി മാറാൻ അവസരം കൊടുക്കാതെ NIA ഇവന്മാരെ പൊക്കിക്കൊണ്ടുപോയി. ഇവന്മാർ ഡൽഹിയിൽ എത്തിയതിനു ശേഷമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അതറിയുന്നത്. എന്തിനെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ പോലും അറിയുന്നത് ഇവന്മാരൊക്കെ ഡൽഹിയിൽ എത്തിയതിന് ശേഷമാണ്. അപ്പോൾ ഏകദേശം 2.5 വർഷം കഴിഞ്ഞു. ഇന്ന് അവർ ഏത് ജയിലിലാണ്, എവിടെയാണെന്ന് ഒരു ഐഡിയയും ആർക്കുമില്ല. ഒരാൾക്ക് ജാമ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ആരെങ്കിലും ജാമ്യമായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെയും പൊക്കിയകത്തിടും. അതാണ് അമിത്ഷാ ഭരിക്കുന്ന ആഭ്യന്തര മന്ത്രാലയം. ഇവന്മാർ എവിടെയാണ് ഏത് ജയിലിലാണെന്ന് ഇപ്പോൾ ആർക്കും ഒരു ഐഡിയ പോലും ഇല്ല. അതാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇവന്മാരുടെയൊക്കെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ BJP ഗവൺമെൻറ്, നരേന്ദ്രമോദി സർക്കാർ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ചിരി വരും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടുക എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കും. പക്ഷേ പറഞ്ഞുതരാം എങ്ങനെയാണെന്നില്ലേ. കഴിഞ്ഞ ദിവസമാണ് എനിമി പ്രോപ്പർട്ടി ആക്ട്. എന്താണ് എനിമി പ്രോപ്പർട്ടി ആക്ട്? ആക്ച്വലി ഇന്ത്യ ഗവൺമെൻറ് ശത്രുക്കളായി കാണുന്ന 2 രാജ്യമുണ്ട്. ഒന്ന് ചൈനയും ഒന്ന് പാകിസ്ഥാനും. അത് എന്തുകൊണ്ടാണ് ശത്രുക്കളായി കാണുന്നറിയോ? ഇന്ത്യ ഇവന്മാരായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധം ചെയ്ത രാജ്യങ്ങളെ ശത്രു രാജ്യമായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ ശത്രു രാജ്യത്തേക്ക് ഈ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും പൗരത്വം ഉപേക്ഷിച്ചിട്ട് നേരെ അവിടെ കുടിയേറിയ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ സ്വത്തുവകകൾ, ഇന്ത്യയിലുള്ള സ്വത്തുവകകൾ സർക്കാരിന് കണ്ടുകെട്ടാം. അത് ഇനി ആര് കൈമാറി കഴിഞ്ഞാൽ, എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും അത് കണ്ടുകെട്ടാൻ പറ്റും. അതാണ് ഈ എനിമി പ്രോപ്പർട്ടി ആക്ട്. അതായത് 1968 നിലവിൽ വന്നതാണ് ഈ എനിമി പ്രോപ്പർട്ടി ആക്ട്. അപ്പോൾ 2016 ഏകദേശം നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം 2 വർഷം കഴിഞ്ഞ് നരേന്ദ്രമോദി സർക്കാർ ഇതൊന്ന് അമെൻഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി എഴുതി ചേർത്തു. അതായത് രാജ്യത്തിനകത്ത് നിന്ന് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യത്തിൻ്റെ ശത്രുക്കൾ, അവരെയും ഈ എനിമി പ്രോപ്പർട്ടി ആക്റ്റിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഇവിടെ ഒരാളും ചർച്ച ചെയ്തില്ല. ഒരു സുഡാപ്പിക്കും ഒരു പ്രശ്നമുണ്ടായില്ല. ആരും അറിഞ്ഞതുപോലുമില്ല. അറിഞ്ഞോ ഈ എനിമി ഇപ്പോഴല്ലേ അറിയുന്നത്? ഈ സൈഫ് അലി ഖാൻ വിവാദത്തിന് ശേഷമല്ലേ എനിമി പ്രോപ്പർട്ടി ആക്ട് എന്താണെന്ന് രാജ്യം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 2016 തന്നെ നരേന്ദ്രമോദി സർക്കാർ അത് അമെൻഡ് ചെയ്തിരുന്നു. ഇവിടെ ആരും ഒരു ചർച്ചയൊന്നും ആയില്ല. എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദി സർക്കാരിന് ഒരു ദീർഘവീക്ഷണമായിരുന്നു. പക്ഷേ അത് ചർച്ചയായെങ്കിൽ പണി കിട്ടാൻ പോകുന്നത് അത് ചർച്ചയ്ക്ക് വെക്കുന്നവരെ രാജ്യദ്രോഹികളായിട്ട് ജനം കാണും. അതായത് ഇന്ത്യക്കെതിരെ പോരാടുന്ന ആൾക്കാരെ എനിമി പ്രോപ്പർട്ടി ആക്ടിൽ ഉൾപ്പെടുന്നതിൽ ആർക്കാണ് പ്രശ്നം? അപ്പോൾ ഒരാളും അത് ചർച്ചയ്ക്ക് വരില്ല, അത് വിവാദമാക്കില്ല. അങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്, ഈ പോപ്പുലർ ഫ്രണ്ട്, കേരളത്തിൽ പിടിച്ചുകൊണ്ടുപോയ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെയൊക്കെ എനിമി പ്രോപ്പർട്ടി ആക്ടിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാനാണ് അമിത്ഷായുടെ പദ്ധതി. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെയാണ് കളി കിടക്കുന്നത്. ഇവന്മാരെയൊക്കെ ഇന്ത്യയുടെ ശത്രുക്കളായി കണക്കാക്കി ഇവന്മാരുടെ പ്രോപ്പർട്ടികളൊക്കെ സർക്കാരിലേക്ക് അറ്റാച്ച് ചെയ്യാനാണ് അമിത്ഷാ തയ്യാറെടുക്കുന്നതിൽ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് വഖഫ് എന്താണ് ഇവിടെ ചെയ്തത്? അതായത് വഖഫിൻ്റെ കേസ് അറിയാലോ. വഴിയെ പോകുന്ന നല്ല കണ്ണായ ഭൂമികളൊക്കെ ഇത് വഖഫിൻ്റേതാണെന്ന് പറഞ്ഞ് അത് പിടിച്ചെടുക്കുക, ആ ഒരു ടൈപ്പാണല്ലോ. ഇത് വേറൊരു ടൈപ്പ്. അതായത് കേന്ദ്രം നേരിട്ട് ഇത്തരം തീവ്രവാദികളുടെ, രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച ആൾക്കാരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്ന നിയമം, എനിമി പ്രോപ്പർട്ടി ആക്ട്. അപ്പോൾ അമിത്ഷാ ഈ CA റൌഫിൻ്റെ അടക്കമുള്ള പേരിലുള്ള ഭൂമികൾ സർക്കാരിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പ്രവർത്തിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇതൊരു നല്ലൊരു തീരുമാനമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഈ 10 വർഷം ഭരിച്ചിട്ട് നരേന്ദ്രമോദി സർക്കാർ ഈ 10 വർഷം ഭരിച്ചിട്ട് ചെയ്ത ഏറ്റവും മികച്ചൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് നേരത്തെ എടുത്ത് അപ്ലൈ ചെയ്യണമായിരുന്നു. അതായത് ഈ CA സമരം കണ്ടില്ലേ ഡൽഹിയിലൊക്കെ. അപ്പോൾ ആദ്യത്തെ 3 മാസമൊക്കെ നരേന്ദ്രമോദി സർക്കാർ ഒരക്ഷരം മിണ്ടിയില്ല. ഒരു അനങ്ങാപ്പാറ നയമാണ് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടത്. അപ്പോൾ അന്നൊക്കെ ശരിക്കും ഞാനൊക്കെ അത്ഭുതപ്പെട്ടു കേട്ടോ. എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാത്തത്? അത് ഷഹീൻ ബാഗിലും ഡൽഹി ഇവിടെയൊക്കെ ഹൈവേ തടഞ്ഞ് മണിക്കൂറുകളോളം ബ്ലോക്കുകൾ സൃഷ്ടിച്ചാണ് അവർ സമരം ചെയ്യുന്നത്. എന്നിട്ടും ഒരു ആക്ഷനും ഇവർക്കെതിരെ എടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇവരുടെ തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു. അതിൽ കുറേ ശത്രുക്കളെ, രാജ്യത്തിനെതിരെ പോരാടുന്ന ആൾക്കാരെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളൊരു തന്ത്രമായിരുന്നു അന്ന് അമിത്ഷായും നരേന്ദ്രമോദി പ്രയോഗിച്ചത്. പക്ഷേ
എന്തിന് ഇവിടുത്തെ സംഖ്യകൾ പോലും പറഞ്ഞു പരത്തി നരേന്ദ്രമോദി സർക്കാരിന് അമിത്ഷാക്കൊന്നും ഇച്ഛാശക്തിയില്ല, അതാണ് ഇതാണ് കണഗുണാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എടോ, നിങ്ങളൊക്കെ മനസ്സിൽ കാണുമ്പോൾ അദ്ദേഹം മാനത്ത് കാണുന്ന ടീമാണ് അവർ കളി പഠിച്ചത് ഗുജറാത്തിൽ നിന്നാണ്. കളി പഠിച്ച് അവിടുന്ന് അടവുകൾ 18 പയറ്റി കൊണ്ടും കൊടുത്തും ഒതുക്കേണ്ടവനെ ഒതുക്കിയും തളർത്തേണ്ടവനെ തളർത്തിയും വളർത്തേണ്ടവനെ വളർത്തിയും അങ്ങനെ വളർന്നു വന്ന ആൾക്കാരാണ്. അവർക്കൊരു ഡിപ്ലോമസി ഉണ്ട്. എന്താണെന്നില്ലേ, അവർക്ക് എല്ലാം അറിയാം, എപ്പോൾ എന്ത് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് അറിയാം. അവർ മിണ്ടാതിരുന്നു, 3 മാസത്തോളം മിണ്ടാതിരുന്നു. അപ്പോൾ ഇവിടുത്തെ സംഖ്യകളൊക്കെ പറഞ്ഞു, നമ്മുടെ ഗവൺമെൻറ് പോരാ, അത് ശരിയല്ല, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടി സോഷ്യൽ മീഡിയയിലൊക്കെ. പക്ഷേ അവരുടെ ഒരു ദീർഘവീക്ഷണം നോക്കിയേ, അന്ന് CA സമരത്തിന് ചെയ്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഒരുപാട് ജയിലിൽ കിടപ്പുണ്ട്. അതായത് ഏത് ജയിലിലാണ് എവിടെയാണെന്ന് ഒരു ഐഡിയ പോലും ഇല്ല. അപ്പോൾ ഇവന്മാരൊക്കെ രാജ്യത്തിനെതിരെ പോരാടിയ ആൾക്കാരായിട്ടാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. സർക്കാരിന് എപ്പോൾ വേണമെങ്കിലും ഇവന്മാരുടെ പ്രോപ്പർട്ടി സർക്കാരിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇതുണ്ടല്ലോ എനിമി പ്രോപ്പർട്ടി ആക്ട് ഫുൾ കൺട്രോൾ ചെയ്യുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിലാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ പറ്റില്ല, നേരെ ചെല്ലേണ്ടത് ആഭ്യന്തര മന്ത്രാലയമായിട്ടാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പക്കലേക്കാണ് അത് പോകുന്നത്. ഇപ്പോൾ വഖഫിൻ്റെ കേസ് ഉണ്ടല്ലോ, വഖഫിൻ്റെ കേസിൽ ആരെങ്കിലും വഖഫ് ഒരു ഭൂമിയിൽ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെല്ലേണ്ടത് ആദ്യം വഖഫ് ട്രിബ്യൂണലിലേക്കാണ്. അതുമാതിരി ഈ എനിമി പ്രോപ്പർട്ടി ആക്ടിൽ നേരെ ചെല്ലേണ്ടത് അമിത്ഷായുടെ പക്കലേക്കാണ്. ഇവിടെയാണ് കളിമക്കളെ. ഇനി ഇതാ അമിത്ഷാ തീരുമാനിക്കും. ഈ ജയിലിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരായ റൌഫിൻ്റെയും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ഇവന്മാരൊക്കെ ഭൂമി ഇനി അമിത്ഷാ കൊണ്ടുപോകും. ഈ മലപ്പുറത്തും കോഴിക്കോട് ഇവരൊക്കെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവന്മാർക്കൊക്കെ. ഇവന്മാർ ബിനാമിയിലും വാങ്ങിയ പ്രോപ്പർട്ടിയും ഇവന്മാർ കൊണ്ടുപോകും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ആദ്യം പ്രാഥമിക നടപടി എന്നോണം CA റൌഫിൻ്റെ പേരിലുള്ള ഭൂമികൾ അറ്റാച്ച് ചെയ്യാനാണ് തീരുമാനമായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ചില കേന്ദ്രത്തിൽ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും നല്ലൊരു തീരുമാനമാണ്. ഈ ഒരു നിയമം എന്താ പറയേണ്ടത്, എന്തായാലും ഇവന്മാരുടെ ഭൂമി സർക്കാർ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു മെസ്സേജാണ്. പിന്നെ നാളെ ഇവന്മാർക്ക് ഇന്ത്യക്കെതിരെ പോരാടാനും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനും കൈ പൊങ്ങില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട മക്കളെ, ഒരു സംശയം വേണ്ട. ഇതൊക്കെ ദീർഘവീക്ഷണത്തിൽ, അതായത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ ഇത് അമെൻഡ് ചെയ്തത്. അതായത് 2014 വന്നിട്ട് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ട ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു. അതായത് ഈ 10 വർഷ കാലയളവിൽ പോലും ഇവർ കൈക്കൊണ്ട ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അത് അമെൻഡ് ചെയ്തത്. ഇനി ഇവന്മാരുടെ ഭൂമികളൊക്കെ പിടിച്ചെടുക്കാൻ പോകുകയാണ്. ഇത്രകാലം മിണ്ടാതിരുന്നു. ഈ വഖഫും ഇതൊക്കെ ചുമ്മാ BJP കുറച്ച് താല്പര്യം കാണിക്കാത്ത എന്തുകൊണ്ടാണ്, കോൺഗ്രസ് ചെയ്ത ചതി രാജ്യം ചർച്ച ചെയ്യട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ്. അതിലൊരു തെറ്റുമില്ല. അതായത് കോൺഗ്രസ് ജനങ്ങളോട് ചെയ്ത തെറ്റ് ചതി ഈ 4 ആൾ അറിയട്ടെ, രാജ്യം ചർച്ച ചെയ്യട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഇവർ വലിയ ശുഷ്കാന്തി കാണിക്കാത്തത്. ഇത്രയും വൃത്തികെട്ട കിരാതമായ നിയമങ്ങളുണ്ടായിട്ടും ഇവന്മാർ JPCയിൽ പാസ്സായിട്ടുള്ള ഇപ്പം പറയാണ് ഇത് ന്യൂനപക്ഷത്തിനെതിരെയുള്ള ബില്ലാണ്. എന്താണ് ഈ വഖഫ് ഇതിനെതിരെ ന്യൂനപക്ഷത്തിനെതിരെയുള്ളത്? അപ്പോൾ ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് ഇതിൻ്റെയൊക്കെ ഒരു അന്തകനായിട്ട് വരും. അതുമാത്രമല്ല, ഇതിപ്പോൾ പറയുന്നത് കേരളത്തിലെ സുഡാപ്പികളെ ഭൂമിയൊക്കെ പിടിച്ചെടുക്കുന്നതാണെന്നില്ല തരത്തിൽ. പക്ഷേ വഖഫിൻ്റെ കയ്യിലുള്ള ഏകദേശം ഒരു 75% ഭൂമി ഈ എനിമി പ്രോപ്പർട്ടി ആക്ടിൽ വന്നാണ്. അതായത് മുമ്പ് രാജ്യം ഉപേക്ഷിച്ച് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും പോയ ആൾക്കാർ ഇവിടെ ഉപേക്ഷിച്ച് അവർക്ക് തലമുറ കൈമാറി വന്ന സ്വത്തുക്കളുണ്ട്. അതൊക്കെ അതായത് ആദ്യം പറഞ്ഞില്ലേ 2016 ഇത് അമെൻഡ് ചെയ്തതാണ്. അത് മുൻകാല പ്രാബല്യം കൂടി അതിനകത്തുണ്ട്. അതായത് ആരെങ്കിലും സ്വത്ത് കൈമാറി കഴിഞ്ഞാൽ പോലും അത് സർക്കാരിന് അറ്റാച്ച് ചെയ്യാം. ഇവിടെയാണ് കളിമക്കളെ. ഇനി കേരളത്തിലെ ഈ കുറേ സുഡാപ്പികളുണ്ടല്ലോ ജയിലിൽ കിടക്കുന്നത്, ഏത് ജയിലിലാണെന്നൊരു ഐഡിയ ഇല്ല. ഇവന്മാരൊക്കെ ഭൂമി ഉടൻ തന്നെ ഏകദേശം മാർച്ച് ഏപ്രിൽ മാസത്തിൽ അറ്റാച്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ആ നല്ല ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.